ഈ ഭൂമിയിലെ എന്തിനെക്കുറിച്ചും ഏതു വസ്തുവിനെക്കുറിച്ചും എത്ര പഠിച്ചാലും ഒന്നും പൂർത്തിയാവില്ല. നാളുകളിൽ വീണ്ടും എന്തെങ്കിലും പഠിക്കാൻ ബാക്കിയുണ്ടാവും. അത് വരും തലമുറകൾക്കും അതുപോലെ തന്നെ നമുക്കും ഒരുപാട് പഠിക്കാൻ ബാക്കി വെച്ചുകൊണ്ടാണ് ഓരോ വസ്തുക്കളുടെയും കാര്യങ്ങൾ അവസാനിക്കുന്നത്. അതുപോലെ തന്നെയാണ് കാർഷിക മേഖലയിലും. എത്ര പഠിച്ചാലും പൂർത്തിയാവാത്ത ഒരുപാട് കാര്യങ്ങൾ കാർഷിക മേഖലയിലുണ്ട്. ഓരോ വിളകളുടെ വൈവിധ്യത്തെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ചും അതുപോലെ വിളവിനെക്കുറിച്ചുമൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് ഓരോ ദിവസവും പഠിക്കാനുണ്ടാവും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജോബിൻ കെ മാണി. മകരക്കൊയ്ത്തിൻ്റെ ഒരു മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഈ എപ്പിസോഡിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് ജാതി കൃഷിയുടെ കുറച്ച് കാര്യങ്ങൾ കൂടിയാണ്. ജാതി കൃഷിയിൽ മഴക്കാലത്തുണ്ടാകുന്ന രോഗങ്ങൾ, അതുപോലെ മഴക്കാലത്ത് ചെയ്യേണ്ട പരിചരണങ്ങൾ, ജാതി കൃഷിയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കൃത്യമായ പരിചരണം, ശ്രദ്ധ, വളപ്രയോഗം ഇതാണ് ഓരോ വിളകൾക്കും ആദായമുണ്ടാക്കുന്നത്. അതിനാൽ മറ്റ് ഏതു മേഖലകളേക്കാൾ കൂടുതൽ അധ്വാനമുള്ള, സമയം ചിലവിടേണ്ട ഒരു മേഖലയാണ് കാർഷിക മേഖല. അത്തരത്തിൽ ഏറെ പരിചരണം വേണ്ട ഒരു വിളയാണ് ജാതി. മഴക്കാലം തുടങ്ങിയതോടെ ജാതി മരത്തിൽ രോഗകീട ആക്രമണവും വർദ്ധിച്ചിട്ടുണ്ടാവും. അതിനാൽ കൃത്യമായ ബോഡോ മിശ്രിതം തളിച്ചു നൽകേണ്ട ഒരു സമയം കൂടിയാണ് ഇത്. ഒപ്പം തോട്ടത്തിൽ നീർവാർച്ചയും കളനിയന്ത്രണവും ഉറപ്പുവരുത്തുകയും വേണം. അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുന്ന സമയത്ത് ജാതിയിൽ കുമിൾ രോഗത്തിനും സാധ്യതകൾ ഏറെയാണ്. ഈ രോഗത്തിൽ കരുതിയിരിക്കേണ്ട ഒരു രോഗമാണ് മരാസ്മി എന്ന കുമിൾ മൂലമുണ്ടാകുന്ന മുടിക്കെട്ട് രോഗം. വർഷം മുഴുവൻ ജാതി മരത്തിൽ കുമിൾ രോഗങ്ങൾ കാണപ്പെടാറുണ്ട്. വേനൽക്കാലത്ത് പ്രധാനമായും ഇവയിൽ കാണപ്പെടുന്ന രോഗങ്ങൾ കായ്പൊഴിച്ചിലും കൊമ്പുണങ്ങലും കരിപ്പൂപ്പ് രോഗവുമാണ്. ഇവ നിയന്ത്രിക്കാൻ രോഗം ബാധിച്ച ഇലകളും കായ്കളും നശിപ്പിക്കുകയും ഉണങ്ങിയ കമ്പുകൾ വെട്ടിമാറ്റുകയും ചെയ്താൽ മതി. കരിപ്പൂപ്പ് കാണുന്ന ഇലകളിൽ കഞ്ഞിവെള്ളം തളിക്കുന്നതും ഇവയെ തടയാനുള്ള മാർഗമാണ്. എന്നാൽ മുടിക്കെട്ട് രോഗം കാണുന്ന മരങ്ങൾ നന്നായി പരിചരിച്ചില്ലെങ്കിൽ തോട്ടങ്ങൾ തന്നെ നശിച്ചു പോകാനുള്ള സാധ്യതയുമുണ്ട്. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഈ കുമിളിൻ്റെ ആക്രമണം ശക്തിയായി കാണപ്പെടുന്നത്. വൃത്തിയായി സൂക്ഷിക്കുന്ന തോട്ടങ്ങളിൽ കുമിൾ ബാധ കുറവുമാണ്. ജാതിയിൽ പ്രധാനമായി 2 തരത്തിലുള്ള നൂൽക്കരിച്ചിൽ അഥവാ മുടിക്കെട്ട് രോഗം കണ്ടുവരുന്നു. ആദ്യത്തെ തരം വെളുത്ത നൂൽക്കരിച്ചിൽ രോഗമാണ്. തുടക്കത്തിൽ വെളുത്ത നിറത്തിലുള്ള നൂൽ തണ്ടുകളുടെ പുറത്തും ഇലയുടെ അടിവശങ്ങളിലും കാണപ്പെടുന്നു. ക്രമേണ രോഗം ബാധിച്ച ഇലകളും തണ്ടുകളും ബ്രൗൺ നിറത്തിൽ ആവുകയും ചെയ്യുന്നു. ഇങ്ങനെ ഉണങ്ങിപ്പോകുന്ന ഇലകൾ വെളുത്ത നൂലിൻ്റെ സഹായത്തോടെ തണ്ടുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുകയും ചെയ്യുന്നു. നൂൽ രൂപത്തിൽ കാണപ്പെടുന്നത് ഈ രോഗമുണ്ടാക്കുന്ന മരാസ്മി എന്ന കുമിളാണ്. നൂലോട് കൂടിയ ഉണങ്ങിയ ഇലകളും തണ്ടുകളും മറ്റു മരങ്ങളിലേക്കുള്ള രോഗവ്യാപനത്തിൻ്റെ ഉറവിടവും ആകുന്നു. രണ്ടാമത്തെ തരം നൂൽക്കെട്ട് രോഗം കറുത്ത നൂൽക്കരിച്ചിൽ അഥവാ മുടിക്കെട്ട് രോഗമാണ്. രോഗം ആരംഭിക്കുന്ന സമയത്ത് കുമിളിൻ്റെ നേർത്ത കറുത്ത നിറത്തിലുള്ള നൂൽ ഇലകളുടെയും തണ്ടുകളുടെയും മുകളിൽ ക്രമരഹിതമായ വല പോലെ കാണപ്പെടുന്നു. ഈ നൂലുകൾ മൂലം ഇലകളും തണ്ടുകളും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. ഉണങ്ങിയ ഇലകൾ കൊമ്പുകളിൽ നിന്ന് അടർന്ന് നൂലുകളുടെ ഇടയ്ക്ക് തൂങ്ങിക്കിടക്കുന്നതായും കാണപ്പെടുന്നു. രോഗം മൂർച്ഛിച്ച അവസ്ഥയിൽ വല കെട്ടിയ രൂപത്തിൽ കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന കുമിളും ഉണങ്ങിയ ഇലകളും ചെറുചില്ലകളും തൂങ്ങിക്കിടക്കുന്നത് ദൂരെ നിന്ന് നോക്കിയാൽ കിളിക്കൂട് പോലെ തോന്നുകയും ചെയ്യും. തണൽ കൂടിയ സ്ഥലങ്ങളിൽ 2 തരത്തിലുള്ള നൂൽക്കരിച്ചിലും വ്യാപകമായി കാണപ്പെടുന്നുണ്ട്. തോട്ടങ്ങളിൽ തണൽ ക്രമീകരിക്കുന്നതിലൂടെ രോഗത്തിൻ്റെ തീവ്രത കുറയ്ക്കുവാനും സാധിക്കും. മഴയ്ക്ക് മുൻപ് ചെടികളും തോട്ടങ്ങളും വൃത്തിയാക്കുകയും വേണം. രോഗം ബാധിച്ച ഉണങ്ങിയ ഇലകളും തണ്ടുകളും ശേഖരിച്ച് കത്തിച്ചു കളയുകയും വേണം. നൂൽക്കെട്ട് ബാധിച്ച കൊമ്പുകൾ കോതി പ്രതിരോധ മാർഗമെന്ന നിലയിൽ കാലവർഷത്തിനു മുൻപ് ബോഡോ മിശ്രിതം മരങ്ങളിൽ തളിച്ചു കൊടുക്കുകയും വേണം. ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഒരാവർത്തി കൂടി ബോഡോ മിശ്രിതം തളിക്കുന്നതും നല്ലതാണ്. ജാതിയിൽ നൂൽക്കെട്ട് പോലുള്ള രോഗങ്ങൾ മൂലം ഉൽപാദനശേഷിയിൽ ഗണ്യമായ കുറവുണ്ടാവുന്നതായും കാണപ്പെടുന്നു. ഈ രോഗം മൂലം ആദ്യ കാലഘട്ടങ്ങളിൽ ഏകദേശം 40% വരെ വിളവിൽ കുറവ് അനുഭവപ്പെടുന്നു. ഈ കുമിൾ രോഗങ്ങളിൽ നിന്ന് ജാതിയെ സംരക്ഷിക്കുന്നതിനൊപ്പം ജാതി മരങ്ങൾക്ക് വളപ്രയോഗത്തിൻ്റെ 2ാം ഘട്ടം ആരംഭിക്കേണ്ട മാസമാണ് ഓഗസ്റ്റ് മാസം. 1 വർഷമായ ജാതി തൈകൾക്ക് 25 ഗ്രാം യൂറിയയും 45 ഗ്രാം രാജ്ഫോസും 45 ഗ്രാം പൊട്ടാഷും നൽകണം. 2 വർഷം പ്രായമായ ചെടികൾക്ക് 50 ഗ്രാം യൂറിയയും 90 ഗ്രാം രാജ്ഫോസും 90 ഗ്രാം പൊട്ടാഷും നൽകണം. 3ാം വർഷം മുതൽ അളവ് ക്രമാതീതമായി കൂട്ടി 15 വർഷം എത്തുന്ന ജാതികൾക്ക് ഇവ യഥാക്രമം യൂറിയ 540 ഗ്രാമും രാജ്ഫോസ് 625 ഗ്രാമും പൊട്ടാഷ് 825 ഗ്രാമും നൽകണം.